ഹായ് കൂട്ടുകാരെ, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് പെടുകയാണ് കേട്ടോ. കാരണം താൻ ചെയ്യാത്ത കുറ്റത്തിനാണ് ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തൻ്റെ നിരപരാധിത്വം രേവതിക്ക് മുൻപിൽ തെളിയിക്കാൻ വേണ്ടിയിട്ട് അനൂപിനെ ഫോൺ ചെയ്യാൻ കേട്ടോ. ഇതേ സമയത്ത് രേവതി പറയുന്നുണ്ട്, എൻ്റെ സച്ചിയേട്ടൻ്റെ കൂടെ ഇരുന്ന് കുടിച്ചവർ എപ്പോഴെങ്കിലും സത്യം പറയുമോ? അവരും കുടിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ സച്ചിയേട്ടൻ കുടിച്ചില്ലെന്നല്ലേ മറുപടി പറയുള്ളൂ. അതുകൊണ്ട് സച്ചിയേട്ടൻ അത്രയ്ക്കങ്ങ് ബുദ്ധിമുട്ടണ്ട, അവരെ വിളിക്കാനൊന്നും പോകണ്ട, എന്തായാലും അവർ കുടിച്ചില്ലെന്നേ മറുപടി പറയുള്ളൂ. അവർ സച്ചിയേട്ടൻ്റെ കൂടെ ഇരുന്ന് കുടിച്ചവരല്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ഈ സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട്, രേവതി നീ എന്താ അങ്ങനെ പറയുന്നത്? അപ്പോൾ നിനക്ക് എന്നെ തീരെ വിശ്വാസമില്ലേ? ഞാൻ നിന്നോട് എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? നീ എന്നെ എന്താ ഇങ്ങനെ വിശ്വസിക്കാത്തത്? ഞാൻ നിന്നിലൊരു പ്രതീക്ഷ കൽപ്പിച്ചിരുന്നു, നിനക്കെങ്കിലും എന്നെ വിശ്വാസമാകുന്നു, പക്ഷേ നീ എന്നെ വഞ്ചിച്ച് കളഞ്ഞല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് രേവതി പറയുന്നുണ്ട്, അതൊന്നും സച്ചിയേട്ടൻ പറയണ്ട. എൻ്റെ അനിയൻ്റെ കൈ തല്ലി ഒടിച്ച സമയത്ത് സച്ചിയേട്ടൻ എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞ് പെടാപ്പാട് പെട്ടതാ. ഇപ്പോഴും അതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ ഒഴിഞ്ഞു മാറുകയും അല്ലാതെ കള്ളത്തരങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതല്ലാതെ സച്ചിയേട്ടൻ അതിനെക്കുറിച്ച് ഉള്ള കാര്യം ഉള്ളതുപോലെ ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് സച്ചിയേട്ടൻ എന്നോട് കള്ളം പറഞ്ഞിട്ടില്ല എന്ന് മാത്രം പറയരുതേ എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി അത് വേറെ വിഷയം, ഇത് വേറെ വിഷയം. അതുപോലെയാണോ ഇത്? നിനക്ക് എന്നെ അത്രമേൽ വിശ്വാസമില്ലേ? ഞാൻ നിൻ്റെ ഭർത്താവല്ലേ, അപ്പോൾ നിനക്ക് എന്നെ അറിഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ഈ സമയത്ത് രേവതി പറയുന്നുണ്ട്, വേണ്ട, അതൊന്നും പറയണ്ട. തെളിവ് സഹിതം കൺമുന്നിൽ കാണുമ്പോൾ ആരായാലും വിശ്വസിച്ചു പോകും. എന്തായാലും കുടിയൻ്റെ ഭാര്യയായിട്ടൊരു പട്ടം എനിക്കിപ്പോൾ കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയാൻ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞോ, എനിക്ക് എന്തായാലും ഇപ്പോൾ സന്തോഷമായി, സമാധാനമായി. നെറ്റിലേക്ക് എന്നെക്കുറിച്ച് ചർച്ച, എനിക്ക് എന്ത് ശിക്ഷ തരണമെന്നാണ് അവരൊക്കെ ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്ത് ശിക്ഷ എനിക്ക് കിട്ടാനുള്ളത്? ഏറ്റവും വലിയ ശിക്ഷയല്ലേ നിങ്ങളൊക്കെ കൂടി എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്? എൻ്റെ അച്ഛൻ്റെ മൗനം തന്നെ എനിക്ക് വല്ലാത്തൊരു ശിക്ഷ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോവുക എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങനെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോവുകയാണ് കേട്ടോ. ഈ സമയത്ത് രേവതിയാണെങ്കിൽ വല്ലാത്ത കരച്ചിലാണ്. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, എന്ത് വിശ്വസിക്കണം, എന്താണ് വിശ്വസിക്കേണ്ടാത്തത്? കൺമുൻപിൽ കണ്ട കാര്യമോ അതോ സച്ചി പറയുന്ന വാക്കുകളോ? ഇതിലേതാണ് വിശ്വസിക്കുന്നത് എന്ന് അറിയാതെ എങ്ങനെ കരയുന്ന രേവതിയെ കാണിക്കുന്നുണ്ട് കേട്ടോ. ശേഷം കാണിക്കുന്നത് സ്റ്റാൻഡിൽ ചെല്ലുന്ന നമ്മുടെ സച്ചിയാണെങ്കിൽ കൂട്ടുകാരോടൊക്കെ, അതായത് എല്ലാവരോടും പറയണം, മഹേഷിനോടൊക്കെ പറയണം, എന്നെ ആരും വിശ്വസിക്കുന്നില്ലടാ, ഞാൻ കുടിച്ചിട്ടില്ല, നിങ്ങൾക്കെങ്കിലും എന്നെ വിശ്വാസമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ വിഷമിക്കാതെ, നിന്നെ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്, നീ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ഞങ്ങളങ്ങനെ ചെയ്താലും വിശ്വസിക്കാം, പക്ഷെ നീ അങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കത്തില്ല. കാരണം ഞങ്ങളൊക്കെ കുടിച്ചാലും നീ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മുടെ സുഖം തേടി നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടിയിൽ നമ്മളെ വിശ്വസിച്ച് കയറുന്ന യാത്രക്കാരുടെ സുരക്ഷിതത്വം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞാൽ നീ ഞങ്ങളെ ഉപദേശിച്ചിട്ടല്ലേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഇന്നവരെ നീ കുടിച്ച് വാഹനം ഓടിക്കുന്നത് കണ്ടിട്ടില്ല. പിന്നെ നീ ആകെ ശരത്തിൻ്റെ വിഷയം വന്നപ്പോൾ മാത്രമാണ് നീ കുടിച്ചിട്ടുള്ളത്. അന്നാണെങ്കിൽ നീ സവാരിക്ക് പോലും പോയിട്ടില്ല. അതുകൊണ്ട് നിന്നെ മറ്റാരും വിശ്വസിച്ചില്ലേലും ഞങ്ങൾ വിശ്വസിക്കും, ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് സച്ചി പറയുന്നുണ്ട്, നിങ്ങളെങ്കിലും വിശ്വസിച്ചല്ലോ. അവിടെ എൻ്റെ അച്ഛനാണെങ്കിൽ എന്നെ തീരെ വിശ്വാസമില്ല. അച്ഛൻ ഞാൻ പറഞ്ഞിട്ട് അതൊന്നും കേൾക്കാൻ കൂടി ഒന്നും കൂട്ടാക്കുന്നില്ല. അച്ഛനാണെങ്കിൽ കൈ എൻ്റെ നേർക്ക് വീശി. അതൊക്കെ പോട്ടെ, ഇങ്ങനൊരു മകൻ ജനിച്ചു പോയല്ലോ എന്നോർത്ത് വിലപിക്കുന്ന അച്ഛനെ ഇപ്പം ഞാൻ കാണുന്നത്. രേവതിയോ അവളോട് പറഞ്ഞ് ഞാൻ മടുത്തു, പക്ഷെ അവളും എന്നെ വിശ്വസിക്കുന്നില്ല. അവളാണെങ്കിൽ കുടിയൻ്റെ ഭാര്യയെ പട്ടം എനിക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക. ആരും എന്നെ വിശ്വസിക്കുന്നില്ല, എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാൽ മതിയെന്നേ ഉള്ളൂ എനിക്ക് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് കൂട്ടുകാരന്മാർ പറയുന്നുണ്ട്, എടാ ഇപ്പം ഈ പ്രശ്നം ഇങ്ങനെ നെറ്റിൽ കിടക്കണമുണ്ട്, എല്ലാവരും ഇപ്പോൾ ഇത് പറയും, നാളെ മറ്റൊരെണ്ണം വരുമ്പോഴത്തേനും പിന്നെ അതിൻ്റെ പിന്നാലെ ആയിരിക്കും, പിന്നെ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും മറക്കും. അതുകൊണ്ട് നീ എങ്ങോട്ട് പോകാനാണെന്നാണ് ഈ പറയുന്നത്? അതൊന്നും വേണ്ട, നീ ഒന്ന് സമാധാനിക്കുക. അച്ഛനാണെങ്കിൽ ആ വീഡിയോ കണ്ട ദേഷ്യത്തിലും സങ്കടത്തിലും ഒക്കെ പറയുന്നതായിരിക്കും എന്ന് കരുതി ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കണ്ടേ? എടാ അങ്ങനൊരു കാഴ്ച ആരായാലും കണ്ടുപോകുമ്പോൾ നിന്നെ പെട്ടെന്ന് അവരത് തെറ്റിദ്ധരിച്ചു പോകും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ രേവതിയെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. ഫോണിൽ ഇങ്ങനെ ഒരെണ്ണം കാണുമ്പോൾ ആരായാലും ഒന്ന് വിശ്വസിച്ച് പോകും. അതുകൊണ്ട് നീ വിഷമിക്കാതെ, എല്ലാം ഒന്ന് കെട്ടടയട്ടെ. പിന്നെ നീ നിൻ്റെ വണ്ടി പോയി എടുത്തു? ഇല്ല. എന്നാൽ ഇന്ന് പൊക്കോ എന്ന് പറയുമ്പോൾ, വേണ്ട, ഇന്ന് പോകണ്ട, ഇന്ന് നിന്നെ കുടിയനാക്കി വെച്ചിരിക്കുകയല്ലേ, നാളെ പോ, അതായിരിക്കും നല്ലത്, നാളെ പോയി വണ്ടി എടുക്കുക. അല്ലടാ ഞാനൊരു ഡൗട്ട് വെച്ചോട്ടെ, നിന്നെ പോലീസുകാരപ്പോൾ ഓദിക്കുകയോ ഒന്നും ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല. എന്നാൽ ആ വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നീ കുടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ കൊണ്ടുപോയതായിരിക്കും, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യില്ലല്ലോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രേവതിയാണെങ്കിൽ പൂക്കച്ചവടത്തിന് വേണ്ടിയിട്ട് സ്കൂട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകുകയാണ് കേട്ടോ. ഇതേ സമയത്ത് പൂവിക്കണ ചേച്ചിമാർ ഒക്കെ അവിടെ നിൽപ്പുണ്ടായിരിക്കേ. ആ സമയത്തായിരിക്കും ആൻ്റണിയെ വഴി വെച്ച് കാണുന്നത്. ആൻ്റണി കണ്ടപാടെ ആ വണ്ടി അങ്ങ് നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്,
ചേച്ചിയുടെ ഭർത്താവ് ഇപ്പോൾ അങ്ങ് വയറായല്ലോ. രേവതി എന്തായാലും സമ്മതിച്ചു വന്നിരിക്കുന്നു. നിനക്ക് എന്ത് ഉപദേശമായിരുന്നു അന്ന്? മഹേഷിന് എന്തൊക്കെ ഉപദേശങ്ങളായിരുന്നു. അവൻ്റെ കൂടത്തിൽ പോകല്, അവൻ വെള്ളവടിയനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ആദ്യം പോയി സ്വന്തം ഭർത്താവിനെ അങ്ങ് ഉപദേശിക്കുക, എന്നിട്ട് മറ്റുള്ളവരുടെ മെക്കിട്ട് കയറാൻ വന്നാൽ മതി എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് രേവതി പറയുന്നുണ്ട്, ആൻ്റണി എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല, മഴിമാറ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ കെട്ടിയവനിപ്പോൾ കുടിയനായതുകൊണ്ട് വീട്ടിലിരിക്കുകയല്ലേ, ലൈസൻസൊക്കെ പോലീസുകാർ വാങ്ങി വെച്ചിരിക്കുകയല്ലേ, ഇനി അതൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ കുടുംബം നോക്കണ്ടേ, പൊക്കെ ഞാനായിട്ട് എൻ്റെ ചേച്ചിയുടെ പണി മുടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളിയാക്കി വിടുകയാണ് കേട്ടോ. അങ്ങനെ ദേഷ്യവും സങ്കടമൊക്കെ ആയിട്ട് രേവതി അങ്ങനെ അവിടേക്ക് പോവുകയാണ്. ഈ സമയത്ത് തൻ്റെ കൂട്ടത്തിൽ പോയിരിക്കുന്ന ആ ചേച്ചിമാരെല്ലാവരും കൂടെ രേവതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ രേവതി, ഇപ്പോൾ രേവതിയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഇപ്പോൾ വൈറലായിരിക്കുകയാണല്ലോ, പകൽ ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന ആളിങ്ങനെ കുടിക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും എല്ലാവരും ആ വീഡിയോ ഏറ്റെടുത്തത്, എല്ലാവരും വാഹനത്തിലൊക്കെ കയറുന്നതല്ലേ, അതൊക്കെ കൊണ്ടായിരിക്കും, നിനക്ക് പറഞ്ഞൂടെ കുടിക്കരുതെന്ന്, ഇങ്ങനെ കുടിച്ചാൽ എങ്ങനെ കുടുംബം നോക്കും, എങ്ങനെ കുടുംബം പോറ്റും എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ഈ സമയത്ത് ഒരു ചേച്ചിയോട് രേവതി പറയുന്നുണ്ട്, എന്ത് പറയാനാണ്, എത്ര പറഞ്ഞിട്ടും സച്ചിയേട്ടൻ കേൾക്കണില്ല, അതുമാത്രമേ ഉള്ളൂ സച്ചിയേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഫോൾട്ട് വന്നിരിക്കുന്നത്, അല്ലാതെ ആൾ ശുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടം കാണിക്കാൻ കേട്ടോ. ഈ സമയത്തായിരിക്കും ആ ഒരു ചേച്ചി പൂക്കട നടത്തുന്ന ഒരു ചേച്ചി പറയണത്, എൻ്റെ രേവതി നീ എൻ്റെ ഭർത്താവിനെ കണ്ടിട്ടില്ലേ, എന്നും കുടിച്ചിട്ട് വന്ന അലമ്പും ബഹളവും വഴക്കും വയ്യാവിലിയും തന്നെയായിരുന്നു, 1 രൂപ വീട്ടിൽ വെക്കാൻ സമ്മതിക്കത്തില്ല, ഞാൻ സമ്പാദിക്കുന്ന കാശും അങ്ങേര് സമ്പാദിക്കുന്ന കാശും എല്ലാം ഇങ്ങനെ കൊണ്ടുപോയി തുലയ്ക്കും, ഇപ്പം കണ്ടോ എന്ത് മാന്യനാണ്, ഇപ്പോൾ കുടുംബത്തിൽ സമാധാനമുണ്ട്. അത് എന്ത് പറ്റിയതാ ചേച്ചി? എന്ത് പറയാൻ, എനിക്കേ പരിചയത്തിലുള്ള ഒരു വൈദ്യനുണ്ട്, പുള്ളിക്കാരൻ ഒരു പൊടി തന്നത്, ആ പൊടി എന്തെങ്കിലും ജ്യൂസിൽ കലക്കി കൊടുത്താൽ മതിയെന്നേ. അങ്ങനെ ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആകെ തലവേദനയും ഛർദിലും ഒക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ അങ്ങ് പോയി. അത് കണ്ടിട്ട് പിന്നെ കുടിച്ചത് കൊണ്ടാണെന്ന് കരുതി പിന്നെ അദ്ദേഹം മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ല. ചെറിയൊരു തലവേദനയും ഛർദിലും ഒക്കെ വരുള്ളൂ, അതോടുകൂടി ഒരു കൂടി അങ്ങ് നിർത്തും. നിനക്ക് വേണമെങ്കിൽ ഞാനത് വാങ്ങിത്തരാം, എന്താ രേവതി എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് വേണം, വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഉണ്ടാവില്ല, ചെറിയൊരു ഛർദിലും ഒക്കെ ആയിട്ട് ഉള്ളൂ, അത് കഴിയുമ്പോഴത്തേനും അതങ്ങ് മാറിക്കോളും, നീ ധൈര്യമായിട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് ആ വൈദ്യൻ്റെ കയ്യിൽ നിന്ന് ആ പൊടി വാങ്ങിച്ച് കൊടുക്കാനുണ്ടോ. അങ്ങനെ രേവതി ആ പൊടിയുമായിട്ട് പിന്നെ തിരികെ വീട്ടിലേക്ക് പോകുകയാണേ. ഇതേ സമയത്ത് അച്ഛനാണെങ്കിൽ വന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, മോളെ, അതായത് നമ്മുടെ രേവതിയാണ് ഈ ജ്യൂസൊക്കെ അടിച്ചവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. ആ സമയത്തായിരിക്കും ചന്ദ്രശേഖരൻ വിളിക്കുന്നത്. അങ്ങനെ അച്ഛൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. എന്താ അച്ഛാന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ കമ്പനിയിലുള്ള അവിടെ ഒരു വിവാഹം നടക്കാൻ പോകണം, അപ്പോൾ നിൻ്റെ കയ്യിൽ നിന്ന് മാല ഓർഡർ ചെയ്യാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിൻ്റെ മാലയെക്കുറിച്ച് ലോകമെമ്പാടും നല്ല മതിപ്പാണ്, നീ അങ്ങ് ഫേമസ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വാൻസും തന്നിട്ടുണ്ട്, നീ മോൾ ആ മാല ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്യാഷ് കൊടുക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താ എനിക്ക് കമ്മീഷനൊന്നും ഇല്ലേ? അതിനെന്താ വെച്ചാൽ ഇത് മുഴുവൻ അച്ഛൻ എടുത്തു എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ, വേണ്ട നിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണിത് എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, നീ നന്നായിട്ടത് ഉണ്ടാക്കി കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങ് പോവാണ് കേട്ടോ. എന്നിട്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട്, സച്ചി എന്തിയെ വന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. ഇതേ സമയത്ത് സച്ചി വാതിക്ക് വന്ന് നിൽപ്പുണ്ടായിരിക്കും. ഓടി വന്ന് രേവതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ രേവതി, അച്ഛൻ എന്താ പറഞ്ഞത്, എൻ്റെ പേര് പറയണ കേട്ടല്ലോ, ഇതൊന്നും കുടിക്കാതെ ജ്യൂസും എല്ലാം അടിച്ചു വെച്ചേക്കാം, അതെടുത്ത് കുടിക്കാൻ അച്ഛൻ പറഞ്ഞതാ. ജ്യൂസോ? അപ്പോൾ അച്ഛനോട് സ്നേഹമുണ്ട്, അപ്പോൾ അച്ഛന് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയെന്ന് തോന്നണേ അല്ലേ? എനിക്കറിയില്ല, ഞാൻ അച്ഛൻ പറഞ്ഞപ്പോൾ ജ്യൂസ് വെച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് പോകുകയാണേ. ഈ സമയത്ത് രേവതി ചിന്തിക്കുന്നുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലല്ലേ ജ്യൂസ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് ആ ജ്യൂസ് എടുക്കാൻ പോയ സമയത്തായിരിക്കും ചന്ദ്രമതി അവിടേക്ക് വരുന്നത്. ചന്ദ്രമതി അവിടെ വന്ന് നോക്കുമ്പോൾ ഫ്രൂട്ട്സിൻ്റെ തൊലിയും ഒക്കെ അവിടെ കിടക്കണ കാണും. എന്നിട്ട് ജ്യൂസും കാണും കേട്ടോ. ജ്യൂസ് അടിച്ച് വെച്ചിരിക്കുക അല്ലേ? ഭർത്താവിന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അവനാണെങ്കിൽ ഇത് കള്ളും കഞ്ചാവും ഒക്കെ അല്ലേ അവന് പറ്റുള്ളൂ, അവനൊന്ന് കുടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഇതെടുത്ത് കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ രേവതി വന്ന് നോക്കുമ്പോൾ ചന്ദ്രമതി ഇത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ അമ്മ ഇത് കുടിച്ചോ? കുടിച്ചു. എന്താ? അല്ല, ഞാനിത് സച്ചിയേട്ടനെ ഇതൊന്നും കുടിക്കില്ല, സച്ചിയേട്ടൻ കുടിക്കുന്നതൊക്കെ നീ കണ്ടതായിരുന്നല്ലോ, അത് മതി സച്ചിയേട്ടന് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഇത് കുടിക്കാൻ കേട്ടോ. ഈ സമയത്ത് രേവതി ആകെ ടെൻഷനാകുകയാണ്. അങ്ങനെ രേവതി പെട്ടെന്ന് തന്നെ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് തന്ന ആ പൂക്കാരി ചേച്ചീനെ ഫോൺ ചെയ്യാണ്. അങ്ങനെ ഫോൺ ചെയ്യുമ്പോൾ കിട്ടണില്ല കേട്ടോ. ഇതേ സമയത്ത് എന്നാൽ അവരെ നേരിട്ട് പോയി കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നേരിട്ട് കാണാൻ വേണ്ടി പോകുകയാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും വഴിയിൽ വെച്ചിട്ട് മഹേഷിനെ കാണുന്നത്. അങ്ങനെ മഹേഷ് പറയുന്നുണ്ട്, രേവതി അതായത് സച്ചിയുടെ നിരപരാധിത്വം പറഞ്ഞ് തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ രേവതി പറയുന്നത്, വേണ്ട, നിങ്ങളൊന്നും പറയണ്ട, എനിക്കറിയാം, ഞാൻ നേരിട്ട് കണ്ടതല്ലേ, ഇനി ആരുടെയും ഇതൊന്നും വേണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത്
മഹേഷ് പറഞ്ഞിട്ടില്ല, ഇതൊക്കെ ഓരോരുത്തരുടെ ചതിയാണ്, അന്ന് ആ നേതാവിനെയും കൊണ്ട് പോയതാണ് എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രേവതി അമ്മനും വില്ലിനും അടുക്കണില്ലേ, നിങ്ങളുടെ സച്ചേട്ടൻ കാരണമുള്ള ഊരാകുടുക്കിലേക്ക് ഇപ്പം ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതി പോകാനുണ്ടോ. ഈ സമയത്തെല്ലാം രേവതിയുടെ മനസ്സിലാണെങ്കിൽ സച്ചിനെ വിശ്വസിക്കണോ ആ വീഡിയോ വിശ്വസിക്കണോ എന്താണെന്നറിയാതെ ഇങ്ങനെ അലതല്ലുന്ന ആ ഒരു ഇത് കാണിച്ചുകൊണ്ടായിരിക്കും കേട്ടോ നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ.